പത്തനംതിട്ട പാടം ഇരട്ടക്കൊലക്കേസിലെ പ്രതി ബൈജുവിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയെ സമീപിച്ചു. വ്യാഴാഴ്ച പ്രതി ബൈജുവിനെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അതേസമയം കൊല്ലപ്പെട്ടവരിൽ വൈഷ്ണയുടെ സംസ്കാരം ഇന്നു നടത്തി. വൈഷ്ണയുടെ പക്കലുണ്ടായിരുന്ന പുതിയ ഫോണിനെ ചൊല്ലിയുള്ള തർക്കമാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പടക്കം ബാക്കിയാണ്. ഇതിലേക്കാണ് 3 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപേക്ഷ പരിഗണിച്ച 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ വ്യാഴാഴ്ച ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശേഷം കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. വൈഷ്ണയുടെ പക്കൽ കണ്ട പുത്തൻ മൊബൈൽ ഫോണാണ് നാടുറങ്ങി തുടങ്ങിയ രാത്രിയിൽ കാര്യങ്ങളെ ഇരട്ടക്കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഞായറാഴ്ച രാത്രി 10:30ഓടെയാണ് സംഭവങ്ങളുടെ തുടക്കമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ബൈജു ഒരു മുറിയിലും വൈഷ്ണയും 2 കുട്ടികളും അടുത്ത മുറിയിലുമാണ് ഉറങ്ങാൻ കിടന്നത്. ഇടയ്ക്ക് ദാഹം തോന്നിയതോടെ ബൈജു വൈഷ്ണയും കുട്ടികളും കിടക്കുന്ന മുറിയിലെത്തി വെള്ളം കുടിച്ചു. ഇതിനിടെ പുതിയ മൊബൈൽ ചാർജറുകളിലൊന്ന് പ്ലഗിൽ ഘടിപ്പിച്ചത് കണ്ടു. പെൺകുട്ടിയുടെ മുഖത്തോട് ചേർന്നാണ് ഇതിന്റെ കേബിൾ കിടന്നത്. അത് നീക്കാൻ ശ്രമിക്കവേ പുതിയ ഫോൺ ശ്രദ്ധയിൽപ്പെട്ടു. വൈഷ്ണയ്ക്ക് മറ്റൊരു ഫോണുണ്ട്. പുതിയ ഫോൺ വാങ്ങിയത് അവർ ഭർത്താവിനോട് പറഞ്ഞതുമില്ല. ഇത് സംശയത്തിനിടവരുത്തി. തുടർന്ന് ഫോണെടുത്ത ബൈജു വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചു. ഇതിൽ വിഷ്ണുവും വൈഷ്ണയും തമ്മിലുള്ള സന്ദേശങ്ങൾ കണ്ടു. ഇതോടെ തർക്കമായി. പുതിയ ഫോൺ വാങ്ങി നൽകിയത് വിഷ്ണുവാണെന്ന സംശയവും ബൈജുവിനുണ്ടായി. ആക്രമിക്കുമെന്ന ഘട്ടത്തിൽ വൈഷ്ണ വീട്ടിൽ നിന്നിറങ്ങിയോടി. വെട്ടുകത്തിയുമായി ബൈജു പിന്നാലെ. വൈഷ്ണ ഓടിക്കയറിയത് വിഷ്ണുവും അമ്മയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ. ചെന്ന് കയറിയതും വൈഷ്ണയെ ബൈജു തലങ്കും വിലങ്കും വെട്ടി. വാതിൽ തുറന്ന് പുറത്തു വന്ന വിഷ്ണുവിനെയും പിന്നാലെ ആക്രമിച്ചു. ഇരുവരുടെയും കഴുത്തിലും തലയ്ക്കുമാണ് വെട്ടേറ്റത്. 5 വീതം ആഴത്തിലുള്ള മുറിവുകളാണ് ഇരുവരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നത്. വൈഷ്ണ സംഭവസ്ഥലത്ത് മരിച്ചു. വിഷ്ണു ആശുപത്രിയിലേക്കുള്ള വഴിയിലും. സംഭവം നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് നമ്മൾ ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴേ ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. വിട്ടുകൊണ്ട് അവർ രണ്ടുപേരും തിന്നെ കിടക്കുന്ന നമ്മൾ വന്ന് കാണുന്നത്. ഇന്നലെയും ജോലി ചെയ്തിട്ട് രണ്ടുപേരോട് ഒന്നിച്ച് അവർ രണ്ടുപേരോട് വന്ന് ഒരാൾ അങ്ങോട്ടും പോയി, ഒരാൾ ഇവിടെയും വന്നു. മേപ്പോട്ടും പോയി. അവൻ കുളിച്ചു കയറി കിടന്നുറങ്ങി. കൊലപാതക വിവരം അടുത്ത സുഹൃത്തിനെ വിളിച്ച് ബൈജു തന്നെയാണ് അറിയിച്ചത്. ശേഷം വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറ്റി. പോലീസ് എത്തുന്നത് കാത്ത് പരിസരത്ത് തന്നെ നിൽക്കുകയായിരുന്നു. 11:30ഓടെ ഇവിടെ എത്തിയ കൂടൽ പോലീസിനോട് ഭാവഭേദമന്യേ സഹകരിക്കുകയാണ് ഇയാൾ ചെയ്തത്. ബൈജുവും വൈഷ്ണയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വിഷ്ണു ബൈജുവിന്റെ സഹപാഠിയും സന്തത സഹചാരിയും. തടിപ്പണി കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരവും ഇരുവരും ഒന്നിച്ചാണ് തിരികെ എത്തിയത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.